എന്തോ ജിൻസി സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നത്? ഓ സ്വപ്നം ഒന്നും കണ്ടോണ്ടിരിക്കുന്നില്ല, ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുക. എങ്ങനെയുണ്ട്? സിക്ക് ലീവ് അടിച്ചിട്ട് വെറുതെ ഇരിക്കുകയാണോ? എങ്ങനെയുണ്ട് ഇപ്പോൾ? കുഴപ്പമില്ല. ചുമ്മാ ഇരിക്കുക, നമുക്കൊരു വീഡിയോ ചെയ്താലോ? സിക്ക് ലീവ് എടുത്തിരിക്കുന്ന എന്നോട് പറ വീഡിയോ ചെയ്യാൻ. സിക്ക് ലീവ് വേണ്ട, ഈ ഓറഞ്ച് കഴിച്ചോ, ഒരു ഉന്മേഷമൊക്കെ കിട്ടോ. ഇത് പോഷകാഹാരം തന്ന് കരുതലായിട്ട് പോഷകാഹാരം തന്ന് വീഡിയോ ചെയ്യിപ്പിക്കാനാണ്. ചുമ്മാ എന്തേലും ആൾക്കാർക്ക് യൂസ് ആവുന്നെങ്കിൽ യൂസ് ആയിക്കോട്ടെ, എന്തേലും പറ. ഒരു സബ്ജക്റ്റ് കണ്ടന്റ് ക്രിയേഷൻ അല്ല. അതും ആയിക്കോട്ടെ. എന്തായാലും നമ്മള് ഒരു ഛേദമില്ലാത്ത ഉപകാരമില്ലേ എന്ന് പറയുന്നതിൻ്റെ തൊട്ട്. അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പം നമുക്ക് PR കിട്ടിയ ഇത്, അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാമോ? നമ്മുടെ PR-നെ പറ്റി നമ്മൾ എങ്ങനെയാണ് ഓസ്ട്രേലിയക്ക് PR കിട്ടിയത്, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ച് ആയിട്ടൊന്ന് പറ, ചുരുക്കി പറ. ഓക്കെ, നമ്മുടെ വിസയ 186 വിസ 186 വിസ 186 എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു എംപ്ലോയർ നോമിനേറ്റഡ് വിസയാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് എൻട്രിയാണ്. അപ്പോൾ ഈ 186 വിസ കൊടുക്കുന്നത് ഒരു എംപ്ലോയി മാത്രമേ ഇത് കൊടുക്കത്തുള്ളൂ. അപ്പം നമ്മൾക്ക് അതൊരു ഹോസ്പിറ്റലായിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്പനി ആയിരിക്കാം, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആയിരിക്കാം. അപ്പോൾ അവർ ഈ 186 വിസ കൊടുക്കണമെങ്കിൽ അതൊരു സ്കിൽഡ് ജോബായിരിക്കണം. അവിടെ സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ പറയുന്നുണ്ട്. എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. എനിവേ ഡോക്ടേഴ്സ്, നഴ്സസ്, എൻജിനീയേഴ്സ് എല്ലാം ഉണ്ടെന്നറിയാം. അപ്പം എൻജിനീയേഴ്സും ഉണ്ട് അങ്ങനെ. അപ്പം ഈ വിസ എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കിപ്പം ഈ വിസ ഓഫർ ചെയ്യുന്ന വേക്കൻസീസ് വരുമല്ലോ നഴ്സസിനൊക്കെ. അപ്പോൾ അവർ ചിലപ്പം ത്രൂ ആൻ ഏജൻസി ത്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് വെബ്സൈറ്റ് വഴിയായിരിക്കും ഒക്കെ അവർ ജോബ് വേക്കൻസീസ് ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവരത് മെൻഷൻ ചെയ്ത് പറയും, വി ഓഫർ 186 ഓർ 482. അപ്പോൾ ഇത് രണ്ടും ഓർഗനൈസേഷൻ കൊടുക്കുന്ന വിസയാണ്. അതിൽ 186 എന്ന് പറയുന്നത് പെർമനൻറ്റും 482 ടെമ്പററി വിസയുമാണ്. അപ്പോൾ 482 നമ്മൾ വന്നാൽ നമുക്ക് ഇവിടുത്തെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. അതുമല്ല, 482 വന്നാൽ നമ്മൾ അവരുടെ ആ കോൺട്രാക്റ്റ് കഴിയുമ്പം അവർ 186 തന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകണം. അവർ ചിലപ്പോൾ 186 തരാന്നുള്ളൊരു ബേസിസ് ആയിരിക്കും നമ്മളെ കൊണ്ടുവരുന്നത്. പക്ഷേ അങ്ങനെ ജോലി പോയവരും ഉണ്ട്, 482 വന്നിട്ട് ജോലി പോയവരുണ്ട്. അപ്പോൾ 186 എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ തന്നെ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. അത് പറഞ്ഞത് ത്രൂ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഏജൻസി വഴി നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ഓഫർ ചെയ്യുന്നതാണ്. അപ്പോൾ അവർ തന്നെ സജസ്റ്റ് ചെയ്ത്, അവർ തന്നെ നമ്മളെ നോമിനേറ്റ് ചെയ്ത്, അവർ തന്നെയാണ് ഈ വിസ ശരിയാക്കുന്നത്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 470 ഓസ്ട്രേലിയൻ ഡോളറാണ് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് വന്നപ്പം എൻ്റെ എല്ലാ വിസയുടെ പൈസയും എൻ്റെ എംപ്ലോയറാണ് എനിക്ക് തന്നത്. അതുപോലെ ഇത് PR-ഉം ഉണ്ട്, പെർമനന്റ് റെസിഡൻറ്റും ആണ്. പിന്നെ നമുക്കിതിന് മെഡിക്കെയർ ഒക്കെ കിട്ടും. പക്ഷെ 482 ആണെങ്കിൽ ഇതിന് മെഡിക്കെയർ ഇല്ല. പിന്നെ വേറൊരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 186 നമ്മൾ വന്നാൽ നമ്മുടെ സ്കൂളിലെ പിള്ളേർക്ക് പഠിക്കണമെങ്കിൽ ഫ്രീ ആണ്, എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. മെഡിക്കെയർ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും, പൈസയൊക്കെ എടുക്കുകയാണെങ്കിലും ടാക്സ് റിട്ടേൺ. അത് 482 ഉണ്ട്, ടാക്സ് റിട്ടേൺ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ. പക്ഷേ 482 നമ്മൾ വരുന്നതെങ്കിൽ ഇതൊരു ടെമ്പററി വിസയാണ്, മെഡിക്കെയർ ഇല്ല. അതിന് നമ്മൾ പ്രൈവറ്റ് ഇൻഷുറൻസ് ആണ് എടുക്കേണ്ടത്, ഹെൽത്ത് ഇൻഷുറൻസ്. പിന്നെ അതുപോലെ പിള്ളേരെ സ്കൂളിൽ വിടണമെങ്കിൽ നമ്മൾ ഫീസ് കൊടുത്ത് വേണം പിള്ളേരെ സ്കൂളിൽ വിടാൻ. ഗവൺമെൻറ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും അതാണ് വ്യത്യാസം. അങ്ങനെ ഞാൻ വന്നത് 186 വിസയാണ്. ഓക്കെ, ഇനി 482 കുറിച്ച് പറയുകയാണെങ്കിൽ അതിനും വേണം ഇംഗ്ലീഷ് ടെസ്റ്റ്. ഈ എല്ലാ വിസകൾക്കും ഇംഗ്ലീഷ് ടെസ്റ്റ് വേണം. ഏത് വിസ എടുത്താലും ഇംഗ്ലീഷ് ടെസ്റ്റ് വേണം. എക്സ്പയറി ആയിരുന്നു, 3 ഇയർ വാലിഡിറ്റി ആണ് അതിന് വേണ്ടത്. നമ്മൾ ഈ വിസ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ IELTS സ്കോർ 3 ഇയേഴ്സ് കവർ ആയില്ലെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വിസ അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണെങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റ് വാലിഡ് അല്ലായിരുന്നു, പക്ഷെ അപ്ലൈ ചെയ്ത് പോയി. അവരുടെ ക്യാൻസൽ ആവേണ്ടി വന്നു, ആദ്യത്തെ ഒരു വിസ റിജക്റ്റ് ചെയ്തവർ. പിന്നെ ഈ 482 വരുമ്പോഴും കോൺട്രാക്റ്റ് ഉണ്ട്. 482 വരുമ്പോഴും 186 വരുമ്പോഴും കോൺട്രാക്റ്റ് ഉണ്ട്. അതിൽ 186 അവർക്ക് അവരുടെ എംപ്ലോയർ ഇഷ്ടമുള്ള ഇയേഴ്സ് അവർ പറയുന്നത്. ചിലപ്പോൾ 2 ഇയേഴ്സ് ആയിരിക്കും. നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജോലി എടുക്കണം. അതുപോലെ 482 വരുമ്പോഴും അവർക്ക് ഇഷ്ടമുള്ളൊരു സമയം അവർ പറയും, 2 to 4 ഇയേഴ്സ്. പിന്നെ
ചില ഓർഗനൈസേഷനൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ 186 കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും, കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട്. പിന്നെ 482 നിന്ന് കഴിഞ്ഞാൽ നമ്മൾ റിസ്ക്കാണ്, ചിലപ്പം 186 കിട്ടാതെ നമ്മുടെ ജോലി പോയെന്നും വരാം ചിലപ്പം. ഈ 482 വിസയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ് $1495 ഓസ്ട്രേലിയൻ ഡോളറാണ്. പിന്നെ ഈ എംപ്ലോയർ സ്പോൺസേർഡ് വിസയെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, എംപ്ലോയർ സ്പോൺസേർഡ് വിസയാണ് 186ഉം 482. അപ്പോൾ അതെന്ന് പറയുന്നത് എംപ്ലോയർ തരുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിലോട്ടാണ് ജോലി ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ കമ്പനിയിലോട്ടാണ് ജോലി പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇല്ലാതെ നമുക്ക് എങ്ങനെ ഓസ്ട്രേലിയ വരാൻ പറ്റുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വിസയാണ് 189ഉം 190ഉം. ഇത് രണ്ടും നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്ന വിസയാണ്, രണ്ടും പെർമനന്റ് വിസയുമാണ്. അപ്പോൾ ഇത് കിട്ടാൻ പാടാണ്, ഇത് പെട്ടെന്ന് കിട്ടുമൊന്നും പറ്റത്തില്ല. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ജോബ് സ്കിൽഡ് ഒക്യുപ്പേഷണൽ ലിസ്റ്റിലുള്ള ജോബായിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൽ അസസ്മെൻറ്റ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് സ്കിൽ അസസ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു റിക്വയർഡ് പോയിൻറ്റ്സ് വേണം. അതിന് 65 പോയിൻറ്റ്സ് ആണ് ചോദിക്കുന്നത്. ഇതിൽ 189 ആണെങ്കിൽ അണ്ടർ 45 ഇയേഴ്സ് ഓഫ് ഏജ് ആയിരിക്കണം. 45 ഇയേഴ്സിന് മേളിലാണെങ്കിൽ നമുക്ക് 189 ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ 189 ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു റിക്വയർഡ് സ്റ്റേറ്റിലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ക്യൂൻസ്ലാൻഡ് ആണെങ്കിൽ ക്യൂൻസ്ലാൻഡിലേക്കുള്ള 189 ആയിരിക്കും കൊടുക്കുന്നത്. അവർക്കൊരിക്കലും ന്യൂ സൗത്ത് വെയിൽസിലോ അവർക്കൊരിക്കലും എന്താ പറയുന്നത് പെർത്ത് സൈഡിലോ ഒന്നും പോയി ജോലി ചെയ്യാൻ പറ്റത്തില്ല. അല്ല, അവർ റിക്വയർഡ് ടൈം ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഇത്ര അറിയത്തില്ല. അതൊരു ആ സ്റ്റേറ്റിലോട്ടായിരിക്കും വരേണ്ടത്. ഇതിനും IELTS എല്ലാം വേണം. ഇതിന് വേണ്ടുന്ന പൈസ ഒരു 4705 ഓസ്ട്രേലിയൻ ഡോളർ ആവുന്നത്. ഇത് സ്പോൺസർ ഇല്ലാത്ത ഇത്. അപ്പോൾ ഇതിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫാമിലിയായിട്ട് നമുക്ക് വരാം. വന്നു കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ എംപ്ലോയറെ ഫൈൻഡ് ചെയ്ത് നമുക്കിങ്ങനെ വിസ ഉണ്ട്, ജോബ് കിട്ടിയാൽ അങ്ങനെ വരാം. എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കണം, നമ്മൾ തന്നെ എല്ലാം കണ്ടുപിടിക്കണം. പിന്നെ എന്താണ്, നമുക്ക് വണ്ടി വേണം, ഇതിലെല്ലാം നമ്മൾ തന്നെ ചെയ്യണം, വേറെ ഒരു ഹെൽപ്പ് നമുക്കില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം ലക്കിയാണല്ലേ, നമുക്കൊരു എംപ്ലോയറെ കിട്ടി, അവർ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തു. പിന്നെ 190 വിസ. ഈ 190 വിസയും പെർമനന്റ് വിസയാണ്. ഇത് നമുക്ക് ഇതും നമ്മൾ തന്നെ എടുക്കുന്ന വിസയാണ്. ഇതിനും പോയിന്റ്സ് 65 ആണ് വേണ്ടത്. ഇത് നമ്മൾ ഇതുപോലെ തന്നെ സെൽഫായിട്ട് ഇനിഷ്യേറ്റ് ചെയ്ത് നോമിനേഷൻ കിട്ടി അവർ ഇങ്ങനെ നമ്മുടെ ജോബ് സ്കിൽഡ് അസസ്മെൻറ്റ് ആ ലിസ്റ്റിലുള്ളതാണെങ്കിൽ, സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റിലുള്ളതാണെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് ശരിയാവും. ഇതിനും വേണ്ട എന്തോ 65 പോയിൻറ്റ്സ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റഡി ആൻഡ് വർക്ക് എനിവെയർ ഇൻ ഓസ്ട്രേലിയ ആണ്. അപ്പോൾ ഈ 190 എടുത്തു കഴിഞ്ഞാൽ PR വിസയാണ്, വർക്ക് എനിവെയർ ഇൻ ഓസ്ട്രേലിയ. പിന്നെ ഇതിന് വേണ്ട ഒരു 4770 ഇതാണ് ഓസ്ട്രേലിയൻ ഡോളേഴ്സ്. ഇത്രേ ഉള്ളൂ പറയാൻ വിസേനെ പറ്റി. ഇത്രേ ഉള്ളൂ എൻ്റെ അറിവിൽ. എനിക്ക് കൂടുതൽ വിസയൊക്കെ ഉണ്ടാവും, എനിക്കറിയത്തില്ല. അപ്പം ഇതൊക്കെയാണ് ഇപ്പം നഴ്സുമാർ വരുന്നതിൽ എനിക്കറിയാവുന്ന വിസകൾ. കൂടുതൽ എൻ്റെ അറിവിൽ ഇത്രയൊക്കെ വിസകളെ എൻ്റെ അറിവിലുള്ളൂ. ഇനി കൂടുതൽ വേറെ വിസ ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നഴ്സുമാർക്ക്. പിന്നെ വിസിറ്റ് വിസയ്ക്ക് വന്നിട്ട് നമ്മുടെ ഫാമിലി വിസിറ്റ് വിസയ്ക്ക് വരാം. പക്ഷെ അത് നമ്മൾ ജസ്റ്റ് 1 ഇയറത്തേക്ക് വേണ്ടിയിട്ടെങ്ങാണ്ട് വിസ. അതിൽ പിന്നെ ജോബ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ സബ് ക്ലാസ് എന്തോ ടെമ്പററി കുറെ വിസാസ് ഉണ്ട്, അതൊക്കെ കുറച്ച് നാളത്തേക്കുള്ളതുള്ളൂ. അതൊന്നും നമുക്ക് ഫാമിലി ആയിട്ട് നിൽക്കാനോ ഒത്തിരി നാൾ സ്റ്റേ ചെയ്യാനോ ഒന്നും പറ്റിയ വിസകളല്ല. ബിസിനസ് വിസ റീസെന്റ് കണ്ടില്ലേ, നമ്മുടെ മേതിൽ ദേവിയേക്കും കൊച്ചിനും വിസ എന്തോ സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മനോരമയിലൊക്കെ നല്ല ന്യൂസായിട്ട് വന്നായിരുന്നു. അവർ PR എന്തോ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ അറിവിൽ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.